മേക്കപ്പ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് മേക്കപ്പ് ചെയ്യാൻ മെയിനായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എങ്ങനെയാണ് അത് കിട്ടുക, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കണ്ടിട്ട് വരാം. ബേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് ലാക്മേയുടെ ഈ ഒരു സൺ എക്സ്പേർട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് SPF 50+ ഉള്ള ഒരു സൺസ്ക്രീനാണ്. കൂടാതെ ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീനും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ ഇതൊരു ഒരു ഫൗണ്ടേഷനായിട്ടും അതുപോലെ തന്നെ സൺസ്ക്രീനായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതധികം ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. നമുക്ക് ഫേസിൽ ഇട്ട് കുറച്ചൊന്ന് സ്വെറ്റൊക്കെ ആയി കഴിഞ്ഞാൽ അതങ്ങോട്ട് വാഷ് ഔട്ട് ആവും. ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അധികം ഇടുന്നതൊന്നും ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട പോലത്തെ തോന്നരുത് എന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. നല്ലൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ബിഗിനേഴ്സിനൊക്കെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡർ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐബ്രോ ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഈ ഐബ്രോ ഫില്ല് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ആണെങ്കിലും ശരി, ഹെവി മേക്കപ്പ് ആണെങ്കിലും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു സ്റ്റെപ്പ്. ചെറിയ രീതിയിലാണെങ്കിലും ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഒരു ചേഞ്ചൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡുള്ള ഐബ്രോ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രൗണോ അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് വരുന്ന ഷെയ്ഡുകളൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരും കേട്ടോ. കണ്ണെഴുതാനായിട്ട് മെബിലാൻ ന്യൂയോർക്കിൻ്റെ ഈ ഒരു ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ലോങ് ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ സ്മഡ്ജ് പ്രൂഫും നോൺ ട്രാൻസ്ഫറൊക്കെ ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. ഈ ഒരു ഐലൈനറിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഞാൻ കാജൽ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ഈ ഒരു കാജലാണ്. ഈ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാജലാണ് കേട്ടോ. ജസ്റ്റ് 95 റുപ്പീസ് അങ്ങനെ എന്തോ ഉള്ളൂ ഈ ഒരു കാജലിന്. അപ്പോൾ ഈ നല്ല പിഗ്മെൻറ്റഡും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും സ്മഡ്ജ് പ്രൂഫൊക്കെ ആയിട്ടുള്ളൊരു കാജലാണ് കേട്ടോ അത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ലാഷസൊക്കെ വോളിയമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു മസ്കാര. അതിനുശേഷം ഞാൻ ഈ ഒരു മാസിൻ്റെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഐ ഷാഡോ ഇടുന്നത്. അപ്പോൾ ഐ ഷാഡോ നമുക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. ഫൈനലായിട്ടൊരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 10 ഗേൾ പവർ ഷെയ്ഡ് വരുന്ന മാസിൻ്റെ ലിപ് ക്രയോണാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. താങ്ക്